السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه. ആദരണീയനായ അധ്യക്ഷരെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, ആദരണീയനായ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഡിസന്താരി സാഹിബ് ടി ചെറുപ്പ അവറുകൾ, മറ്റൊന്നിപ്പോൾ ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന സലീം ബാഫി, മറ്റു ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയ സഹോദരി സഹോദരൻ, മഹാനായ അബ്ദുൽ മുസ്ലിയാർ അൽ മഖ്ദൂമി നബറുല്ലാഹു മഖ്ദൂമി, അദ്ദേഹത്തിൻ്റെ 43ാമത് ആണ്ട് നേർച്ചയാണ്. വളരെ വിപുലമായ ഭക്തി നിർഭരമായ പരിപാടികളോടെ ഇന്നിവിടെ 3-4 ദിവസങ്ങളിലായിട്ട് അതിവിടെ നടന്നു വരികയാണ്. നേരത്തെയും ഇതേ പരിപാടി മുൻ വർഷങ്ങളിലും പലപ്പോഴും സംബന്ധിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അബ്ദുൽ മുസ്ലിയാർ അവറുകൾ ചെറുപ്പയുടെയും കുറ്റിക്കടവിൻ്റെയും പരിസര പ്രദേശങ്ങളിലുമെല്ലാം തൻ്റെ ആത്മീയമായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് ഈ നാട്ടുകാരുടെ തന്നെ കണ്ണിലുണ്ണിയായി ജീവിച്ചിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ്. പുതിയ തലമുറക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള കേട്ടറിവുകളായിരിക്കും. അതേ അവസരത്തിൽ ഒരു 50 വയസ്സൊക്കെയുള്ള പഴയ തലമുറക്കാർക്ക് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ നേരിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയ സാന്നിധ്യവും ആത്മീയമായിട്ടുള്ള വിശ്രുതിയും നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളവരാണ്. പല വ്യക്തിത്വങ്ങളും നമുക്കറിയാം, കാലങ്ങൾ അവര് ഓർമ്മിക്കപ്പെടുകയാണ്. ഒരുപാട് പേര് അവരെ ഓർമ്മിക്കുന്നു, ഒരുപാട് പേര് അവരുടെ ഖബറെടുത്ത് വരുന്നു, സിയാറത്ത് ചെയ്യുന്നു. അപ്പൊ അതിന് കാരണം എന്താണ്? അവര് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാകും, ഒരുപാട് പേർക്ക് തൊട്ടിട്ടുണ്ടാവും. അതായത് ഒരുപാട് പേർക്ക് ആശ്വാസം അരുളി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് ഒരുപാട് കാലം ഓർമ്മിക്കപ്പെടുകയും ഒരുപാട് പേരുടെ സിയാറത്തിനൊക്കെ അവർക്ക് അവസരം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. മഹാനായ മഖ്ദൂം കുടുംബ തറവാട്ടിന്റെ ഒരു പേരും മഹിമയും അബ്ദുൽ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി എന്നുള്ളത് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് പടിഞ്ഞാറ് ദിശയില് തീരപ്രദേശം തന്നെയാണ്. അവിടെ നിങ്ങോട്ട് പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ടായിരിക്കും കോഴിക്കോട് വരിക. അപ്പൊ ആ വടക്ക് പടിഞ്ഞാറോട്ട് വന്നു മാവൂരിലെ ചാലിയാറിന്റെ തീരത്തെ അദ്ദേഹം വന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം സ്ഥാപിക്കുവാനാണ് അദ്ദേഹം തയ്യാറായത്. അള്ളാഹുവിനെ ഏറ്റവും ഏറെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ഔലിയാക്കളും സൂഫിയാക്കളും എല്ലാം. അങ്ങേയറ്റത്തെ ഹൃദയബന്ധത്തോടെ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് സൂഫികളുടെയും ആരിഫീങ്ങളുടെയും ഔലിയാക്കളുടെയും എല്ലാം ശൈലിയും രീതിയും അങ്ങനെയാണ്. മറ്റെന്തിനേക്കാളും അമൂല്യമായ ഒരു പ്രണയമാണ് സൃഷ്ടാവുമായിട്ട് അവർ കാത്തു സൂക്ഷിക്കുക. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്.
അതായത് അള്ളാഹ്ക്ക് എല്ലാവരും ഇഷ്ടമാണ്, കാരുണ്യവാനാണ്, കരുണാമയനാണ്. അവൻ ആരാധിക്കുന്നവനും ഇബാദത്ത് ചെയ്യാത്തവനെയും എല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. ആരാധിക്കുന്നവനും അല്ലാത്തവർക്കും അവൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ജീവവായു കൊടുക്കുന്നുണ്ട്. അതിലവൻ ഒരു മുടക്കവും വരുത്താറില്ല. പക്ഷേ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് നടന്നെടുക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ രാജാധിരാജനായ തമ്പുരാൻ എന്താ ചെയ്യുന്നത്? നമ്മളിലേക്ക് ഓടിയെടുക്കുകയാണ്. അതാണ് വ്യത്യാസം. നമ്മൾ അള്ളാഹിലേക്ക് നടന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് ഓടിയെടുക്കും. അവിടെ ഒരു തടസ്സം ഉണ്ടാവില്ല. അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രദേശവും അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിനെ ആരാധിക്കുന്നവന്റെ ഹൃദയം, അള്ളാഹുവിനെ ആരാധിക്കുന്നവന്റെ ഹൃദയം, ആ ഹൃദയം ഈ പ്രപഞ്ചത്തെക്കാളും അതിന് വിശാലതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഭക്തന്റെ ഹൃദയത്തിലാണ് അള്ളാഹു തന്റെ ഇരിപ്പിടമായി സ്വീകരിക്കുവാൻ തയ്യാറാകുന്നത് എന്നുള്ളതാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നവന്റെ ഹൃദയം, അതാണ് ഭക്തന്റെ ഹൃദയം. ആ ഭക്തന്റെ ഹൃദയത്തിനാണ് അള്ളാഹുവിനെ കൂടുതൽ ഉൾക്കൊള്ളുവാൻ കഴിയുക. ഈ ഭൂമിയെക്കാളും ആകാശങ്ങളെക്കാളും ഈ പ്രപഞ്ചത്തെക്കാളും മണ്ഡകടാഹങ്ങളെക്കാളും എല്ലാം സൃഷ്ടാവായ അള്ളാഹുവിനെ ഉൾക്കൊള്ളുവാനുള്ള വിശാലത അള്ളാഹുവിനെ ആരാധിക്കുന്ന ഭക്തന്റെ ഹൃദയത്തിനാണ്. എപ്പോ മനസ്സിലായല്ലോ? അപ്പൊ സൂഫികളുടെയും ആരിഫ്യങ്ങളുടെയും ഔലിയാക്കളുടെയും ഒക്കെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ ഇരിപ്പിടം അവരുടെ മനസ്സുകൾ, അവരുടെ ഹൃദയത്തിലുണ്ട്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. ഏതൊരു സാധാരണക്കാരന്റെയും ഹൃദയം, ആ ഹൃദയത്തിലാണ് അള്ളാഹുവിന്റെ നിരീക്ഷണമുള്ളത്. ആ ഹൃദയത്തെയാണ് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവന് ഇഷ്ടപ്പെടുന്നവരുടെ ആ ഹൃദയങ്ങളെ അവന് ഇരിക്കാനുള്ള ഇഷ്ടപ്പെടുന്ന പ്രദേശങ്ങളായി കൂടി അള്ളാഹു കാണുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ആരബികളും ഈ സൂഫിയാക്കളും ഈ ഔലിയാക്കളും അവരുടെ മുമ്പിലെത്തുന്ന ആൾക്കാരുടെയും ഹൃദയത്തിലേക്കാണ് നോക്കുക. പദകുട്ടി മുസ്ലിയാര് അദ്ദേഹം ആത്മീയമായിട്ടുള്ള കഴിവുണ്ടായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കും. രോഗശമനത്തിന് വേണ്ടി അദ്ദേഹത്തിന് പലതും പറഞ്ഞു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. തൻ്റെ മുന്നിലെത്തുന്നവര് വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ സഹിക്കുന്നവരാണെങ്കിൽ അവരുടെ വിഷമങ്ങൾ, ശാരീരികമായ വിഷമം ഉണ്ടാവും, മാനസികമായിട്ട് വിഷമം ഉണ്ടാവും, കുടുംബപരമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവും. അപ്പം ആ വിഷമങ്ങളെ തീർത്തു കൊടുക്കുവാനുള്ള ഉപദേശം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അതിന് കാരണം എന്താണ്? അത് അല്ലാഹു അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള കഴിവ് കൊടുക്കുന്നുണ്ടെന്നുള്ള ഓയ്വായ കാര്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ. കാരണം അള്ളാഹിൻ്റെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുണ്ട്. ഓയ്വായ കാര്യം അറിയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സിഫാത്താണ്. അള്ളാഹു ഷാഫിയാണ്, ഏറ്റവും വലിയ ശുശ്രൂഷകനാണ്, ഷിഫ നൽകുന്നവരാണ്. അതുപോലെ തന്നെ അള്ളാഹു മസ്ലഹത്ത് നൽകുന്നവരാണ്, മബദ്ദത്ത് ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. മനുഷ്യർക്കിടയിൽ സ്നേഹം ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. അപ്പം ഇങ്ങനെയുള്ള കഴിവൊക്കെ അള്ളാഹുവിനുണ്ട്. ഈ കഴിവുകൾ അതിൽ നിന്ന് അവനിഷ്ടപ്പെട്ടവർക്ക് കുറച്ചൊക്കെ കൊടുക്കുന്നു. പരിശുദ്ധ ഖുർആൻ മഹാനായ ഖാതിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് നൽകിയ പരിശുദ്ധ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം
ആ ഗ്രന്ഥം തന്നെ മനുഷ്യന് അതിൻ്റെ അറിവ് ചുമക്കുവാൻ കഴിയുന്നില്ല. ഖുർആൻ ലോകത്തിന് കൊടുക്കുന്ന അറിവ് അതങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. കാലാകാലത്തേക്കുള്ള അറിവാണ്. പുതിയ പുതിയ കാലം വരുമ്പോൾ ഒക്കെ ഖുർആൻ കൊടുക്കുന്ന അറിവാണല്ലോ. ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI ടെക്നോളജി, ഇതൊക്കെ തന്നെ ഖുർആൻ അടിസ്ഥാനമാക്കിയ അറിവിൻ്റെ വളർച്ചയുടെ വഴിയാണ്. ഈ ടെക്നോളജിയിലേക്ക് മനുഷ്യവംശത്തെ അടുപ്പിക്കുന്നത് ഖുർആൻ തന്നെയാണ്. ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്താൻ നമ്മൾ പ്രേരിപ്പിച്ചത് ഖുർആനാണ്. അപ്പോൾ ആ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അറിവ് അതങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ അറിവ്, അള്ളാഹു നൽകിയ അറിവ്, അള്ളാഹുവിൻ്റെ അറിവിനെ താരതമ്യം ചെയ്യുമ്പോൾ അത് വെറും ജലത്തുള്ളി പോലെയുള്ളൂ. അള്ളാഹുവിൻ്റെ അറിവിനെ ഒരു 7 സമുദ്രത്തെ പോലെ നമ്മൾ കരുതുക. എന്നാൽ ഖുർആനിലൂടെ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള അറിവ് വളരെ തുച്ഛമാണ്. അപ്പം അള്ളാഹുവാണ് ഏറ്റവും അറിവുള്ളവൻ. എന്നാൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിലേക്ക് അള്ളാഹു ആ അറിവ് പകർന്നു കൊടുത്തു. ആ അറിവ് മനുഷ്യർക്ക് ഉപകാരപ്രദമായി, ലോകത്തിന് ഉപകാരപ്രദമാകുന്നു. എല്ലാ കാലങ്ങളിലേക്കും അത് ഉപകാരപ്രദമാകുന്നു. എന്നതുപോലെ അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ അസ്തിത്വം, എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ അസ്തിത്വമുണ്ട്. ആ അസ്തിത്വത്തിൻ്റെ ചെറിയൊരളവ് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്നു. അവരിലൂടെ അത് സൃഷ്ടികൾക്ക്, മറ്റ് സൃഷ്ടിജാലങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പോൾ അവർ മനുഷ്യരെ സ്നേഹിക്കുന്നു. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരെയാണ്? മനുഷ്യനെയാണല്ലോ. ആദം സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റ് ജീവജാലങ്ങളൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ അള്ളാഹു പറഞ്ഞത് എന്താണ്? ആദം സന്തതികളെ ബഹുമാനിച്ചു. അപ്പം അതിനെക്കാളും ഒരു സ്പെഷ്യലായിട്ട് അത് പറഞ്ഞു. അതേവസരം മറ്റ് ജീവജാലങ്ങളെ കൈവടിയുന്നു എന്നല്ല. മനുഷ്യരില്ലാത്ത ജീവജാലങ്ങളുണ്ട്. പക്ഷേ മനുഷ്യൻ എന്നുള്ള ആ ജീവി വിഭാഗത്തെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നു, ബഹുമാനിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആരിഫീങ്ങളും സൂഫിയാക്കളും ഔലിയാക്കളും എന്ത് ചെയ്യുന്നു? അവരും തന്നെ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു. മനുഷ്യരുടെ പ്രയാസങ്ങളിൽ നിന്നും അവരെ സുരക്ഷിതരാക്കി എടുക്കുവാൻ കഴിയും. അപ്പം ആ ഗണത്തിൽപ്പെട്ട ഒരു വലിയായിരുന്നു ഇവരുണ്ടായിരുന്ന അബ്ദുൽ മുസ്ലിയാർ ഓർകൾ. അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കുന്നു. നിങ്ങൾ ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ ദിക്റും സ്വലാത്തും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നദാനം നടത്തുന്നു. ഇതുപോലുള്ള സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആലിമീങ്ങൾ, ഉലമാക്കളുടെ ഉത്ബോധനങ്ങളും അവരുടെ നസീഹത്തും സ്കീയത്തും തർബിയത്തും ഇതെല്ലാം നിങ്ങൾ ഉറപ്പുവരുത്തുന്നു. അള്ളാഹു ഇതിനെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ അബ്ദുക്കുട്ടി ഉസ്താദ് അവരോടൊപ്പം വിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് നിർവഹിക്കുന്നു. വഖ്റു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.